നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 3 തരത്തിലുള്ള പ്രഗ്നൻസി ടെസ്റ്റുകൾ, അതിൻ്റെ റിസൾട്ട് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ചാനലിൽ തന്നെ പലവരും ചോദിച്ചിരിക്കുന്നൊരു കാര്യമാണ്, ഈ ബ്ലഡ് ടെസ്റ്റിൽ ഇത്ര ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത്, ശരിക്കും എത്ര വേണം, ഇങ്ങനെയുള്ളൊരു ഡൗട്ട് മിക്കവാറും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയോടുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സ്കാനിങ്ങിലൂടെ അറിയാൻ സാധിക്കില്ലേ നമ്മൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലേ എന്നുള്ളത് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 3 തരത്തിലുള്ള പ്രഗ്നൻസി ടെസ്റ്റ് ആണ് നമ്മൾ സാധാരണഗതിയിൽ റിസൾട്ട് അറിയാനായിട്ട് നടത്തുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ടും വീട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധ്യമാവുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റാണ്, ലാബിൽ ആണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. അപ്പോൾ ഈ 3 രീതിയിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടെസ്റ്റുകളും എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അതിൽ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റാണ്. ഇത് വളരെ പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്ന, വീട്ടിലോ ലാബിലോ ചെയ്ത് വെച്ച് നോക്കുന്ന ഒരു ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിലെ HCGയുടെ അളവ് കാണിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രസൻസ് കാണിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ റിസൾട്ട് വരുന്നത് ഒന്നില്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വരും. ചിലപ്പോൾ നമുക്ക് ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു ലൈനായിരിക്കുള്ളൂ തെളിയുക. 2 സൈഡിലും, ഇപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു ലൈൻ തെളിയും. അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നുകൂടെ ഡാർക്കായിട്ട് തെളിയുകയും നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി ചില സമയത്തെന്ന് വെച്ചാൽ ഫോൾസ് പോസിറ്റീവ് കാണിക്കാറുണ്ട്. അതായത് ചില സമയത്ത് പോസിറ്റീവ് ആദ്യം കാണിക്കും, പിന്നീട് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ മിസ്കാരേജ് സംഭവിച്ചു, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആവാം, അതും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിനെ ആശ്രയിച്ചിരിക്കാം. ഇത് 3 കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആദ്യം എന്താണ് നെഗറ്റീവ് തന്നെ കാണിക്കും, പിന്നീട് പോസിറ്റീവ് കാണിക്കും. അതിനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിൽ HCGയുടെ പ്രസൻസ് കാണിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മൾ കുറേ അധികം നേരത്തെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് കാണിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയൊരു ലൈൻ തെളിഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുന്ന ടെസ്റ്റിലൊന്നും അത് കാണണമെന്നില്ല കേട്ടോ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ പീരിയഡ്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ റെസ്റ്റൊക്കെ ചെയ്തൊന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് പോസിറ്റീവ് കാണാം കേട്ടോ. അങ്ങനെ കാണുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട്. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ബ്ലഡ് ടെസ്റ്റ്, നമ്മൾ ആദ്യം യൂറിൻ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ആണല്ലേ. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിൽ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ml HCG അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ്, ഷുവറായിട്ടും പ്രഗ്നൻ്റ് ആണ്. ഇനി 6 മുതൽ 24 HCG കാണുന്നത്, അല്ലെങ്കിൽ 3 ml HCG കാണുന്നതെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ 5 അല്ലെങ്കിൽ 5-ൽ താഴെയാണ് HCGയുടെ അളവ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് അല്ല. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മിസ്കാരേജ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആയേക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ തീരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള HCG ലെവൽ കാണിക്കും. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടി വരും. പിന്നീട് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് മാറുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ HCGയുടെ അളവ് ചെറുതായിട്ട് നിങ്ങളുടെ ബ്ലഡിൽ കാണിക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ HCGയുടെ അളവ് കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും HCGയുടെ അളവ് ഇത്രയും ഇല്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ചില സാഹചര്യത്തിൽ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷ കൈവിടേണ്ട. ചെറിയ രീതിയിലെങ്കിലും കാണുന്നുവെങ്കിലും ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ പ്രഗ്നൻസിയിൽ നോക്കുന്നത് അൾട്രാസൗണ്ട് റിസൾട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ യൂറിൻ ടെസ്റ്റ് കഴിഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു, അടുത്തതാണ് ഈ ഒരു സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് 5 വീക്കായി ഇപ്പോൾ നമുക്കെങ്കിൽ കുഞ്ഞിൻ്റെ ജസ്റ്റേഷണൽ സാക്കാണ് കാണുക കേട്ടോ. അതുപോലെ തന്നെ 5.5 വീക്കാണെങ്കിൽ
യോഗ് സാക്ക് കാണാൻ തുടങ്ങും. ഇനി 6 വീക്കായി നമ്മളെങ്കിൽ ഫീറ്റൽ പോള് കാണാൻ തുടങ്ങും. 6 മുതൽ 8 വീക്കിനുള്ളിൽ ഹാർട്ട് ബീറ്റും കാണാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ 3 രീതിയിലാണ് നമ്മൾ പ്രഗ്നൻസിയുടെ റിസൾട്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായി വരാം. അതുവരെ താങ്ക് യു.